Hello everyone, welcome to our new video. Operator Grade 3 Apex Societies of Cooperative Sector in Kerala Malsefed Category number 591/2024 എന്നുള്ള കാറ്റഗറി നമ്പറിൽ ഒരു ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ITI ഉദ്യോഗാർത്ഥികൾക്കാണ്. ITI NTC NAC ഇൻ ഫിറ്റർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ട്രേഡുകൾ പഠിച്ച ആൾക്കാർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് പുതിയൊരു ഗസറ്റ് വിജ്ഞാപനമായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ ഇത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്കിത് പ്രൊഫൈലിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാറ്റഗറി നമ്പർ 591/2024 നെയിം ഓഫ് കൺസേൺ മത്സ്യഫെഡ് എപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഓപ്പറേറ്റർ ഗ്രേഡ് 3 എന്നുള്ളതാണ് തസ്തിക. സ്കെയിൽ ഓഫ് പേ കാണാൻ വേണ്ടി സാധിക്കും. നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസികൾ 2 ആണ്. ദെൻ ഏജ് ലിമിറ്റ് 18 മുതൽ 40, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പാസ് ഇൻ SLC, ദെൻ ITI NTC NAC ഇൻ ഫിറ്റർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ട്രേഡ്. അപ്പോൾ ഇത്രയും ട്രേഡ് പഠിച്ച ആൾക്കാർക്ക്, ഈ 3 ട്രേഡിലുള്ളവർക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇനി ഈക്വലൻറ്റ് ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം വേറെ ഏതൊക്കെ ഈക്വലൻറ്റ് ഹയർ ക്വാളിഫിക്കേഷൻസ് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ. യെസ്, സോ NTC ഫിറ്ററിന് തത്തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഉള്ള ക്വാളിഫിക്കേഷനായിട്ട് അവർ കരുതുന്നത് ITI ITC ഫിറ്റർ, പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ, പോളിടെക്നിക് ഡിപ്ലോമ ടൂൾ ആൻഡ് ഡൈ, BTech മെക്കാനിക്കൽ, BE മെക്കാനിക്കൽ. ഇനി NTC മെക്കാനിക്കലിന് തത്തുല്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് ITI ITC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, BTech മെക്കാനിക്കൽ സ്ട്രീം ഓട്ടോമൊബൈൽ. ദെൻ NTC ഇലക്ട്രിക്കലിന് തത്തുല്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ളത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, MTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഇത്തരം ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് NTC NAC സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ITI ആണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള യോഗ്യത. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. യെസ്, അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്കിത് പ്രൊഫൈലിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ സമയത്ത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ITI പഠിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ അവരുടെ പഠനം എപ്പോഴും കണ്ടിന്യൂ ചെയ്യുക. ഓരോ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഓരോ മാസത്തിലും പുതിയ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എല്ലാ പരീക്ഷകളും നിങ്ങൾ എഴുതുക കേട്ടോ. ഏത് പരീക്ഷയാണ് നമുക്ക് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടത് കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്